ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ സമയം ഏതാണ്ട് 9 മണിയായിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് വീട്ടിൽ എല്ലാവരും ഉണ്ട്. വേണ്ട ആദ്യമേ അമ്മാമ എത്തി, അത് കഴിഞ്ഞ് വേണ്ട അനു എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇന്നൊരു പാചകം ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്? വേള ഗ്രില്ഡ്. അതെ ഗൈസ്, അപ്പം എന്ത് മാറും അത് കാണിക്കട്ടെ. അപ്പൊ ഗൈസ്, അച്ഛൻ പോയിട്ട് മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ പേരെന്തായിരുന്നു? വേളയല്ലേ? ഇത് വേളാപ്പാര മീനാണ്. ഇത് നമ്മൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ട്. വലിയൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് തോന്നുന്നു, പണ്ടെപ്പോഴോ ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ സാധനം ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാം, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. മീൻ ഫ്രഷ് ആണ്. ഇത്രയും കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഒത്തിരി കിലോന്നല്ല, എന്നാലും അത്യാവശ്യം ഒരു 3-4 കിലോ. മറ്റേ ചെറുവലും എല്ലാം കൂടെ കൂട്ടി 4 കിലോ വരും. ചെറുവല് ചുണ്ട് എല്ലാം കൂടെ കൂട്ടി ഒരു 3-4 കിലോ എന്തായാലും വരും. അപ്പൊ അമ്മാമ നാളെ പോവുക. അപ്പൊ അമ്മാമ അതെ, സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച അമ്മാമ നാളെ ഇനിയിപ്പോ പോവാട്ടോ. നാളെ പോവാ. കാൽ റെഡിയായി, ഇന്ന് ഓടി. ആടിനിറങ്ങി ഓടുന്നുണ്ട് അമ്മ. ഇപ്പം കാലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അവിടെ പോയി അടങ്ങി ഇരുന്നോണം. ഓക്കെ, തുടങ്ങാൻ പരിപാടി. ആരാ എന്നാ അമ്മാമ ഏറ്റെടുക്കുന്നോ? വലിയ മീന. ഇത് തൊലി ഉരിയാതെ വെക്കാൻ പറ്റത്തില്ല ചേച്ചാ. ഗ്രില്ല് ചെയ്യുമ്പോ തൊലി വേണ്ടേ? ഇതൊക്കെ എങ്ങനെടുത്തു ഈ ചെറവലും കിറവലും. ഇതിന്റെ തൊലിക്ക് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. ഇവിടെ ആരും മൈൻഡ് ചെയ്യാത്ത ഒരാൾ വന്നിരിച്ചിട്ടേ എന്റെ കാപ്പി ചുറ്റൻ നമുക്ക് മീൻ തിന്നാം. ഹാപ്പിക്കുട്ടൻ ഇപ്പൊ കണ്ണൊന്നും കാണുന്നു കേട്ടോ, മുടി വെട്ടാറായി. ഇപ്രാവശ്യം ഹാപ്പിക്ക് കളർ അടിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? കമന്റ് ചെയ്യും. മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് അവന്റെ വാലൊക്കെ കളർ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നീ മീൻ വെട്ടാനാണ് ഇത്ര സെറ്റപ്പ് തോന്നിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങളെല്ലാം പാപ്പൊരു വേഷത്തില്ല. നമ്മള് സാധാ നോർമൽ. എന്നാ വെട്ട്, കാണിച്ചൂടാ എങ്ങനെയാന്ന്. അച്ഛൻ കൈയൊക്കെ പോയി കെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. ഒത്തിരി മുറിഞ്ഞാ ഈ മീന്റെ നാക്കെടുത്തില്ല അച്ഛാ. നാക്കുണ്ടോ അതിന്? നാക്കുണ്ട്. മുറ്റിയ വേളെ മഞ്ഞ കളർ തന്നെ. ഇതിന് മഞ്ഞ കളർ കൂടും. ഓ, മുറ്റുമ്പോ ഒത്തിരി വയസ്സാവുന്ന അപ്പൂപ്പ. നല്ല മുറ്റിയ വേളയാണ് നല്ലത്. ഇതിനിപ്പോ എത്ര വയസ്സ് പ്രായം വരും? അതിനെ കുറിച്ച് എനിക്കറിയില്ല. അമ്മാമ്മയുടെ ഒരു സ്പെഷ്യൽ ഒരു ഇഞ്ചിപ്പുളി ഉണ്ട് കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം വെക്കാം. പേറ്റുളി അത് സൂപ്പർ സാധനം കേട്ടോ. അതിന്റെ ശ്വാസം മുട്ടും, അത് വായിന്നുള്ളത് ചത്തു പോകുന്നത്. ഇതെന്തിനത് എല്ലാരും കൂടി ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിട്ടൊന്നുമില്ല. അത് എത്തിക്കിടന്ന് നോക്കണം, സർജറിയാ. എന്നിട്ട് സ്വന്തം കൈയ്യങ്ങ് കുടിക്കും. ഞാൻ ചത്തേ, എന്നെ കൊന്നേ. തല ഇങ്ങനെ ഇത് കടിക്കാനോ ഓക്കെ ഗൈസ്, നമ്മള് മീനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല സെറ്റ് ആക്കാം. മുളക് പൊടി കേട്ടോ. ഇത്ര മതിയാ? കുരുമുളക്. ഓക്കെ, എനിക്കറിയാം. കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ. മഞ്ഞപ്പൊടി ഇച്ചിരി വേണം, കാരണം ഇതിന് അഴുകൊക്കെ കാണും. ഇനി ഉപ്പ് കാശ്മീരി ഉപ്പ് കേട്ടോ. കാശ്മീരി ഉപ്പാ ഇപ്പോഴും മനസ്സിലായത്. ഉപ്പ് ഇച്ചിരി ഇടാ. ഇഷ്ടംപോലെ ഉണ്ടല്ലോ അമ്മമ്മ. 10 രൂപയുള്ളൂ നമുക്ക് ഇടാം. ഇനി വേണോ? 30 ആയോ? ഞാൻ പഴയ ആളാ. അമ്മാമ്മ കണക്ക് നമ്മള് പുതിയ ആൾക്കാരാണ്. നമ്മളൊക്കെ പഴയ ഇല്ല. ഞാൻ 10 രൂപ ഉപ്പ് കിട്ടത്തില്ല കുഞ്ഞ്. ഒരു നാരങ്ങ മതി കേട്ടോ. ഒത്തിരി കുറച്ചധികം മസാല വേണം, കാരണം വലിയ മസാല വേണം കേട്ടോ.
മുളക് തികയുമോ പൊടി ഇട്ടു കേട്ടോ വേണം. മതി മതി പീച്ച് ഒഴിക്കാൻ മതിയുടെ വേറെ പക്ഷെ പാണ്ടി നാരങ്ങയ്ക്ക് നീരുള്ളു കേട്ടോ, അതുണ്ട്. പാണ്ടി നാരങ്ങ സൂപ്പറാ. തേങ്ങ ഉള്ളതല്ല പാണ്ടി തേങ്ങ എന്ന് പറയുന്നത് വൃത്തിയിട്ട്. ആ അമ്മാമ ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ അതിന് മുമ്പ്? ആദ്യത്തെ അനുഭവമാണ്. സൂപ്പറായിരിക്കും. ആദ്യമായിട്ട് കഴിക്കാൻ പോകും. ഇച്ചിരി കൂടെ മുളക് പൊടി കേട്ടോ. അത് മുളക് പൊടി അത്ര പോരായിരുന്നു, കുറച്ചും കൂടെ. ഇനി മഞ്ഞപ്പൊടി ഇത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഇല്ല, തുല്യമല്ല. അതെടുക്കുന്നില്ല. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാടൻ ഇഞ്ചി നാടൻ വെളുത്തുള്ളി, കുറച്ച് വെളിച്ചെണ്ണ, മിക്സ് വരുവേ ഇങ്ങോട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യട്ടോ. എല്ലാരും കൊച്ചുകൂടെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്ന് റെഡിയാക്കി തരാം. നോക്ക് ഉപ്പുണ്ടാകും. ഉണ്ടോ? ഇനി വേണോ? വേണോ നോക്കിയോ, മുന്നോട്ട് ഇരിക്കണ്ടേ? ഈ കൂടി നമുക്ക് അച്ഛൻ്റെ കാര്യം പറയാലോ. മസാല വെട്ടാൻ കേട്ടോ. ഇത് നോക്കി പെരടണം കേട്ടാ, അതിനകത്ത് മുള്ളുണ്ട്, കുത്തു കയറും. പക്ഷെ ഇങ്ങനെ രണ്ടായിട്ട് കീറിയാലേ മസാല പിടിക്കത്തുള്ളൂ കേട്ടോ. വലിയ മീനായണ്ടേ. ഗുണാക്കേവാ ഭയങ്കര വലുത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നെ മസാലയൊക്കെ തേച്ച് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആരാ തീർത്തിക്കുന്നത്? ഭയങ്കര മഴ പുറത്ത്. കാർ ഷെഡിൽ നമുക്ക് കുക്ക് ചെയ്യാം. വണ്ടി എടുത്ത് പുറത്തിട്ട് ജില്ലൊക്കെ അടിക്കുമ്പോ എന്നും മഴയാ. അതെ, മഴയത്ത് കുക്ക് ചെയ്യുന്ന വേറൊരു രസമാണ്. അച്ഛൻ ചൂടുകട്ടയൊക്കെ എടുത്തു വെച്ച് എന്തര ഹോമകുണ്ടം. കരി ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് ആവത്തില്ല കേട്ടോ. നമ്മൾ വിറകിട്ട് കത്തിച്ചാൽ ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും, നല്ല കണക്ക് വെന്ത് വരത്തുമില്ല. പകുതി വേളാവും, അരവേവായി. നിക്കറായിട്ടേക്കണം. നീ അപ്പുറം ഇപ്പുറം കവർ. ഇതേണക്കല്ലേ ആ ദോശ വിട്ടു വന്ന. ഓക്കെ, നമ്മൾ കണൽ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറെ നേരം എടുത്തിട്ടെ കണൽ സെറ്റാക്കി എടുക്കാനായിട്ട്. മറ്റേ നമ്മുടെ ആ കത്തിക്കണ ആ സാധനം അടിച്ചു പോയി അന്ന് അച്ഛൻ്റെ കയ്യിരുന്ന് കത്തിയായിരുന്നു. അതുകൊണ്ട് അതില്ലാത്തതുകൊണ്ട്, അതില്ലെങ്കിൽ ഭയങ്കര പാടായി കണൽ കത്തിക്കാനായിട്ട്. എന്തായാലും കണൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവര് ഗാലറി ഇരുന്ന് കളി കാണുവാങ്ങ്. അപ്പൊ കഷ്ടപ്പെടുന്ന മൊത്തം ഞങ്ങളാ. ഈ ഗ്രില്ലിനകത്ത് ഇരിക്കുന്നു തോന്നുന്നു കേട്ടോ. പക്ഷെ മറ്റേ ഇല്ല, വലിയ ഗ്രില്ലുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതേ ഉള്ളു ഇപ്പം. തക്കാളി ഇതിനകത്ത് വെക്കാം നമുക്ക്, കുഴപ്പമില്ല. അടച്ച് വെക്കേണ്ടെന്ന് തോന്നുന്നില്ലേ ചേ? അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ആ കറക്റ്റല്ലേ? പക്ഷെ ഇത് കുറച്ചുകൂടെ വലുതാ പീസ്. അതിരിക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. നോക്കാം. ആ ഇരിക്കും വെച്ചാ. വാല് മാത്രം ഇച്ചിരി വെളിയിൽ കിടക്കുന്നത്, അത് കുഴപ്പമില്ല. വാല് പൊട്ടും. വാല് അമ്മാമയ്ക്ക്, വാലും മുള്ളും. ആ വാല് ഭാഗം ഇച്ചിരി വെളിയിൽ കിടക്കും കേട്ടോ. അത് ഇച്ചിരി നീളം കൂടുതലുണ്ട് വാല്, അത് കുഴപ്പമില്ല. നമ്മൾ വെച്ചിട്ട് ഏതാണ്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. എന്ത് കാണുമായിരിക്കും. ഈ മീനൊന്നും വേവാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വേവും. എന്തായാലും നെയ്യൊക്കെ പൊട്ടി ഇറങ്ങി കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് തിരിച്ചിടാം. അപ്പൊ കൂട്ട് അങ്ങ് പോ, ചൂട് മക്കളെ പോ. മൊത്തം ഇല കീറിയല്ലേ കാറ്റടിച്ച്. ഒരു കൊല വെട്ടാറായി നിൽക്കുക കേട്ടോ. ഇത് നമുക്കിനി വെട്ടി പഴിപ്പിക്കാം.
ഞങ്ങളിവിടെ എല്ലാ സാധനവും ഉണ്ട്. നമ്മളെ കടയിൽ ഒന്നും മേടിക്കത്തില്ല അല്ലേ മാ? നമ്മള് കട വഴുതനങ്ങ, മാങ്ങ, അരി, ഉണ്ടമുളക്, അരിയില്ല. വഴുതനങ്ങ കിടക്ക നീളം കണ്ട പറയാറുണ്ട്. പാമ്പാ ഇത് പിഞ്ചാ. ഇത് പിഞ്ചാടാ. പിഞ്ചാണോ? പിഞ്ചായാലും എന്താ സൈസ്? മതിലിന്റെ മണ്ടയിൽ. ഓ മതിലിന്റെ മണ്ടേ വീണ്ടും. ഓ എനിക്ക് വയ്യ. അമ്മ ഭയങ്കര കൃഷിയാണ് കണ്ട. ഇതൊരു വഴുതനയാ വലുത്. പിഞ്ചാണ്. ഇനിയുണ്ട്. ഒരില വെട്ട. ഇതൊന്ന് വെട്ടിക്കോ. അവിടെ ഒരു കൊലയാത്. ഓ കൊലയുണ്ട്. നീ അല്ലേ ഇത് മൊത്തത്തിൽ വെട്ടിക്കോ. അത് ആ കൈയോടങ്ങ് വെട്ടിക്കോ. അങ്ങനെ വെട്ടിക്കൂടാ അല്ല. അങ്ങനെയൊക്കെ വെട്ടാം. ഇങ്ങനെ വെട്ടിക്കൂടാ അല്ല. അയ്യോ ഇത് കീറില്ല. ഓക്കെ. ഇതിന് കഴിവണ്ട. മഴ പെയ്ത് നനഞ്ഞു കിടക്കുക. നമ്മള് ഫുൾ ഓർഗാനിക്കാ ഇല്ലേ മാ? അച്ഛാ റെഡിയായാ? റെഡിയായില്ലേ? ഫിഷ് ഗ്രില്ല് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എടുത്ത് കഴിക്കാം. ചൂടോടെ കഴിക്കണം കേട്ടാ. ചൂടോടെ കഴിച്ചില്ലേ വരത്തില്ലേ? ആ എന്റെ നെയ്യൊക്കെ പൊട്ടി ഇറങ്ങി സെറ്റ് കേട്ടോ. കഴിക്കാം ബാ. അവരെന്തി? ഓയ് ഓമലേ ബായ്. നാട്ടുകാർ 11 മണിയായിട്ട് ആയിട്ട് എന്നെ കാരണം ഇവിടെ നാട്ടുകാർക്ക് ഭയങ്കര ശല്യം വെക്കും. റെഡിയായി. ആ തിന്നാ കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്തൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നോക്കൂ. ഹാപ്പിയുടെ ലാംഗ്വേജ് പറഞ്ഞു കൊടുത്തില്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ തരാം വെയിറ്റ് ചെയ്യും. നമ്മളെല്ലാരും കഴിക്കുന്നുണ്ട്. രണ്ട് അമ്മാമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മാമ്മക്ക് തറ ഇരിക്കാൻ പറ്റത്തില്ല. അച്ഛൻ പോയി പത്തിരിയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടോ. പത്തിരി ബറോട്ട. അമ്മാമ്മയാണ് ഇവിടുത്തെ ഓഫീസർ. കണ്ടല്ലേ, ഓഫീസറിന്റെ കസേരയാണ്, കറങ്ങുന്ന കസേര. ആ അമ്മാമ്മക്ക് ഒരു പീസൊക്കെ എടുക്കാൻ. ഇല്ല ഇഷ്ടംപോലെ ഉണ്ട് മീൻ. നാരങ്ങ ഉണ്ട്, ചെറുനാരങ്ങ. കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയൂ. ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല. കഴിച്ചോ നിങ്ങൾ കഴിച്ചോളി. അടിപൊളിയല്ലേ? ഈ മീൻ നമ്മൾ ഇതുവരെ ഗ്രില്ല് അടിച്ചിട്ടില്ല. കൊള്ളാവോ? പൊടി നക്കി എടുക്കുന്നു. അത് കിട്ടുന്നില്ല. കിട്ടി. തോനെ തിന്നൂടാ മതി. മീൻ തോനെ തിന്നൂടാ. കഴിച്ചൂടാ. നീ കഴിച്ചു നോക്ക്. ഞാൻ കഴിയാം. ഒരു പീസ് കൊണ്ട് പിച്ചെടുക്കാം. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. തണുത്ത് പോയാൽ തീർന്നു. ഓക്കെ, മീൻ മാത്രം. നല്ല മീനായിരുന്നു കേട്ടോ. സോഫ്റ്റ് മീറ്റ്. അത് മതിയെന്നോ? ഓ ഇതട്ടാ വെന്ത്. ഇതെന്റെ സ്കിന്ന്. സ്വർഗം. ഇത് മീനിന്റെ ആന്തരിക അവയവമൊക്കെ തോന്നുന്നു കേട്ടോ. ഇത് ആണോ ചേ? കളഞ്ഞ റാപ്പ് ചുരുട്ടി എടുക്കുക എല്ലാം കൂടെ. എന്നിട്ട് ചോറങ്ങോട്ട് ഇളക്കുക. ഇച്ചിരി മീനും കണ്ടോ, ഇച്ചിരി മീനും ചോറും അങ്ങോട്ട് കഴിക്കണം. ഇങ്ങനെ മുരിങ്ങ ഒരു അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ട അമ്മ? കൊള്ളായിരുന്നല്ലേ? നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഒത്തിരി ഉണ്ടായിരുന്നല്ലേ തിന്നാനും? ബാക്കി ഇരിപ്പുണ്ടേനി? ബാക്കി കുറച്ചുണ്ട്. ബാക്കി കുറച്ച് മീനോടുണ്ട്. ഇപ്പൊ നീ ഇരുന്നാ? ഇത് അമ്മാമ്മയുടെ കസേരയാണ്. ആ ഇരുന്നു ഒരു വയ്യല്ലോ. ഇരുന്നല്ലേ പറഞ്ഞപ്പോഴേ. ഇനി പോയിട്ട് അപ്പോഴേ ഇനി തൊഴിലുറപ്പിനൊന്നും പോലെ കേട്ടോ. ഗൈസ്, അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. നാളെ അമ്മാമ്മ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മള് വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് വെച്ച കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നല്ലല്ലേ ഗൈസ്? ഇഷ്ടപ്പെട്ടില്ലേ? ഇനി അമ്മാമ്മയുടെ ഞാൻ പറഞ്ഞില്ല വേറൊരു വെറൈറ്റി ഐറ്റം ഉണ്ട്.
മറ്റേ എന്തിനാ ഇതിന്റെ പേര്? മറ്റേ പ്രസവിച്ചെടുക്കുന്ന പുളി പേറ്റുപുളി എന്ന് നമുക്ക് പേറ്റുപുളി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ ഒരു ദിവസം ചെയ്യാം, അമ്മമ്മ ഉള്ള ഒരു ദിവസം നമുക്ക് ചെയ്യാൻ എന്തായാലും. യാ ഗൈസ്, അപ്പോൾ എന്തായാലും അത്ര ഉള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.